ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞത് ഷാനവാസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം തിരികെ എത്തില്ല എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ ആഴ്ച എന്ന് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലെ വീക്കാണല്ലോ. അപ്പോൾ ടാസ്കുകളും മറ്റുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അത് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ടാസ്ക് ലെറ്റർ വായിക്കുന്നതിന് വേണ്ടിയിട്ട്. തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് വീടിനകത്ത് നടന്നതെന്നത് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഷാനവാസിന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മടങ്ങിയെത്താൻ സാധിക്കട്ടെ. ഒരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾക്കൊരു അസുഖം വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യേണ്ട. അത് ഡ്രാമയാണ്, അഭിനയമാണ്. അത് ഇന്ന് എനിക്ക് രാവിലത്തെ അവരുടെ പ്രവൃത്തി വളരെ മോശമായിട്ട് തോന്നി. ആര്യനാണെന്ന് തോന്നുന്നു അത് ആദ്യം പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ആര്യനാണെങ്കിലും അത് നെവിനാണെങ്കിലും അത് വളരെ മോശം പ്രവൃത്തിയാണ്. ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം അവരെ ഡോക്ടറെ അടുത്ത് എത്തിക്കുക. ഡോക്ടർ തീരുമാനിക്കട്ടെ അത് ഡ്രാമയാണോ അല്ലേ എന്നൊക്കെ. ഇപ്പോൾ ഷാനവാസിൻ്റേത് ഒരു ഡ്രാമയായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ കൺഫെഷൻ റൂമിൽ വെച്ച് തന്നെ പരിശോധിച്ചിട്ട് തിരിച്ചു വിട്ടേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കത് പറയാം. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫർദർ അദ്ദേഹത്തിൻ്റെ പരിശോധനകൾ നടത്തിയപ്പോൾ അവിടെ ഡോക്ടർമാർക്ക് തോന്നിക്കാണും ഒരു ദിവസം ഒബ്സർവേഷനിൽ വെക്കണം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്ന് നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ ഒരു ദിവസം തുടരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായി എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നത്തെ ഒരിക്കലും നമ്മളത് ഡ്രാമയാണെന്ന് ജഡ്ജ് ചെയ്യരുത്. അത് റിയൽ ലൈഫിലാണെങ്കിലും ബിഗ് ബോസിലാണെങ്കിലും പലർക്കും പറ്റുന്നൊരു കാര്യമാണ്. അയാൾ ഒരു അഭിനേതാവ് ആയതുകൊണ്ട് അയാൾക്ക് യഥാർത്ഥത്തിൽ അസുഖങ്ങൾ വന്നുകൂടാന്നുണ്ടോ, അയാൾ അഭിനയിച്ച് നിൽക്കുകയാണെന്നൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുക? അതൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഷാനവാസ് തിരികെ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.